വിനു മോഹൻ നമ്മൾക്കറിയാവുന്ന പോലെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. ഇത്തവണ ടീമിലില്ല കേരള സ്ട്രൈക്കേഴ്സിന്റെ ഭാഗമായിട്ട്. എങ്കിൽ പോലും ക്രിക്കറ്റിനോട് വളരെ ഭ്രാന്ത് സൂക്ഷിക്കുന്ന ഒരു ചലച്ചിത്ര താരമാണ് വിനു. ഈ ഏഷ്യ കപ്പ് ഇങ്ങനെ മുഴുവൻ കാണാറുണ്ടായിരുന്നോ? എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ? മാത്രമല്ല, എങ്ങനെ ഈ ക്രിക്കറ്റിനോട് ഇത്ര ഇഷ്ടം വന്നത് എവിടെ നിന്നാണ് വിനു? ഏഷ്യ കപ്പ് തീർച്ചയായിട്ടും എനിക്ക് സമയം കിട്ടുന്നതെല്ലാം ഞാൻ കാണാറുണ്ടായിരുന്നു. എനിക്ക് പുതിയ ടീമുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമായിരുന്നു ഒമാൻ. എന്റെ പെർഫോമൻസ് ഭയങ്കര രസകരമായിട്ടാണ് അവർ പെർഫോം ചെയ്തത്. സത്യം പറഞ്ഞ ഒരു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നമ്മളിപ്പം എന്താ പറയാ ഇന്ത്യയുടെ കൂടെ കളിക്കുമ്പോൾ പോലും വളരെ പവർഫുൾ ടീമായിട്ടാണ് എനിക്ക് അവരെ തോന്നിയത്. സോ അതൊരു നല്ല ഒരു എന്താ പറയാ ഏഷ്യ കപ്പിന്റെ ഒരു അടുത്ത ഇനി വേൾഡ് കപ്പിലേക്കും ഒക്കെ വളരെ നല്ലൊരു ഒരുപാട് കാര്യങ്ങൾ തരാൻ ഒരു ക്രിക്കറ്റിൽ ഒരുപാട് സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു ടീമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒമാൻ. ഫസ്റ്റ് തന്നെ ഞാനത് ഏഷ്യ കപ്പിന്റെ കാര്യം കാണുന്നതുകൊണ്ട് പറഞ്ഞാണ്. രണ്ട്, എനിക്ക് ക്രിക്കറ്റ് പ്രേമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൊച്ചുനാള് മുതല് കുട്ടിക്കാലം മുതല് നമ്മൾ മടല് വെട്ടി ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ അപ്പച്ചിയുടെ മകൻ ഉണ്ടായിരുന്നു രാജേഷ്. ചേട്ടനൊപ്പം അവിടുത്തെ ക്ലബ് ടീമിലും എ ഡിവിഷൻ ടീമും ജില്ലാ ടീമൊക്കെ കളിക്കാറുള്ള ബോളറായിരുന്നു. സോ ചേട്ടൻ ക്രിക്കറ്റിനെ പറ്റി വളരെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഏക ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയാൻ പറ്റുന്നത് രാജേഷ് ചേട്ടനായിരുന്നു. അപ്പൊ അത് ശരിക്കും അതായിരുന്നു ഒരു ഇൻസ്പിറേഷൻ ഫസ്റ്റ്. പിന്നെ ഇവരൊക്കെ കളിക്കുമ്പോൾ എന്റെ ചിറ്റപ്പനും ചേട്ടനും രാജേഷേട്ടനും സന്തോഷനും ഇവരൊക്കെ കളിക്കുമ്പോൾ ഇവരുടെ കൂടെ ബോൾ എടുക്കാനും ഒക്കെ പോവുകയും ആ ക്രിക്കറ്റിനോടുള്ളൊരു ഇഷ്ടം അങ്ങനെയായിരുന്നു ഉണ്ടായി തുടങ്ങിയത് കുട്ടിക്കാലത്ത്. പിന്നെ ടെണ്ടുൽക്കർ, ഓഫ്കോഴ്സ് എനിക്ക് ഏറ്റവും എന്റെ വളരെ ഹാർട്ട്ഫുൾ ഒരു എന്താ പറയാ ഹാർഡ് കോർ ഫാനാണ് ഞാൻ ശരിക്കും ടെണ്ടുൽക്കറിന്റെ. അപ്പം അദ്ദേഹത്തിന്റെ അതേപോലെ മടലില് നമ്മൾ MRF എന്നൊക്കെ ബാറ്റിലൊക്കെ എഴുതി തുടങ്ങിയ ഒരു ക്രിക്കറ്റ് പ്രേമമാണ്. ശരിക്കും അതായിരുന്നു എന്റെ ക്രിക്കറ്റിന്റെ ഒരു ഇഷ്ടം. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിനെ പ്രൊഫഷണലി വളരെയധികം സ്നേഹിക്കുകയും ആ പ്രൊഫഷണലി അതിന്റെ ഒരു ടെക്നിക്കൽ രീതിയും ആ ക്രിക്കറ്റിനോടുള്ള ഒരു പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്ത CCLന്റെ സമയത്താണ്. അന്ന് അതിന് ആ CCLിനൊക്കെ മുമ്പായിട്ട് ഞങ്ങളുടെ ഒരു സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ് എന്ന് പറഞ്ഞ C3 എന്ന് പറഞ്ഞ ക്ലബ് ഉണ്ട്. അതില് ഒരുപാട് പേരുണ്ട്. ഇന്ദ്രേട്ടൻ കളിച്ചിട്ടുണ്ട്, ചാക്കോച്ചനുണ്ട്. ചാക്കോച്ചനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ചെയർമാൻ അതില്. സോ ഈ ഒരു ക്ലബ്ബായിരുന്നു ഞങ്ങളുടെ ആദ്യം. അതായത് എറണാകുളത്തുള്ള കുറച്ച് ആൾക്കാർ, നിഖിലേട്ടനുണ്ട്, വിജയ് യേശുദാസ് ഉണ്ട്, അങ്ങനെ സിംഗേഴ്സും ആക്ടേഴ്സും ഞങ്ങളുടെ ഫ്രണ്ട്സുകളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേർ ചേർന്നിട്ടുള്ള ഒരു എറണാകുളത്തുള്ള സമയങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പോകാറുള്ളതാണ്. ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അത് ചിലപ്പം സ്റ്റേഡിയത്തിന്റെ അവിടെയും അതുപോലെ തേവര കോളേജിന്റെ അവിടെയൊക്കെ ആയിരുന്നു കളിക്കുന്നത്. പിന്നെ സെന്റ് പോൾസിലേക്ക് പോയി. സെന്റ് പോൾസിൽ നിന്നാണ് ശരിക്കും ഞങ്ങൾ ഒരു ടെന്നീസ് ബോളിൽ നിന്നൊക്കെ മാറി പ്രൊഫഷണൽ ഒരു രീതിയിലേക്ക് കളിക്കണം, എല്ലാവരും നന്നായി കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ തരത്തിൽ ഞങ്ങൾ കളിച്ചു തുടങ്ങിയത്. അതിനുശേഷമാണ് CCLൊക്കെ നമ്മൾ കേരള ടീമൊക്കെ വരുന്നത്. സത്യം പറഞ്ഞാൽ അതായിരുന്നു എല്ലാവർക്കും പാഷനുള്ള ക്രിക്കറ്റിനോട് പാഷനായിട്ടുള്ള ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന കുറേയധികം ആൾക്കാർ ഒരു ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കളിക്കുന്നു. അതിൽ നിന്നാണ് CCLിലേക്ക് വരുന്നത്. CCLാണ് ശരിക്കും ഒരു പ്രൊഫഷണലി എന്താ പറയാ ക്രിക്കറ്റിനെ കുറിച്ച് കൂടുതൽ നമ്മൾ നന്നായി പഠിക്കാനും ട്രെയിനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് CCL വന്നിട്ട് ശേഷമാണ്. പിന്നെ CCF എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് ഫിലിം ഫെർട്ടേണിറ്റിയിലുള്ള എല്ലാവരും ഡയറക്ടേഴ്സും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നൊരു ക്രിക്കറ്റ് ക്ലബ് ഉണ്ട്. സോ ഇതിനൊക്കെ പാർട്ടായിട്ട് ഞാൻ ഉള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സ്പിരിറ്റ് ആണ് എപ്പോഴും. പിന്നെ ഏഷ്യ കപ്പിന്റെ ഇന്നത്തെ കളി സത്യം പറഞ്ഞാൽ എല്ലാരും ഉറ്റുനോക്കുന്ന ഒരു ഫൈനൽ തന്നെയാണ് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന. കാരണം ഒന്ന്, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറഞ്ഞാൽ വേറൊരു സ്പിരിറ്റ് ആണല്ലേ. നമുക്ക് ശരിക്കും വേറൊരു എനർജിയാണ് ആ ഒരു മാച്ച് തരിക. അതെപ്പോഴും കളിക്കുന്ന പ്ലെയേഴ്സിന് പോലും എനിക്ക് തോന്നുന്നു മറ്റൊരു ഒരു ക്രിക്കറ്റ് ടീമുമായിട്ട് കളിക്കുന്നതിനെക്കാട്ടിലും വേറൊരു സ്പിരിറ്റും എനർജിയും ഞാൻ കണ്ടിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യ മാച്ചസിൽ. സോ അതൊരു നമ്മളുടെ നമ്മൾ എന്താ പറയുക ഇമോഷണലി ഉള്ള ഒരു സ്പിരിറ്റും കൂടെ അതിനുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഇമ്പാക്ട് ഇതിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഏഷ്യ കപ്പിന്റെ ഈ ഫൈനലില്. പിന്നെ പലപ്പോഴും ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇന്ത്യൻ ടീമിന് പറ്റുന്നത് വളരെ നന്നായി കളിച്ചു വരികയും ഫൈനലിൽ വരുമ്പോൾ ഒരു ചെറിയ സമ്മർദ്ദത്തിന്റെ പിടിയിൽ പെടുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പല മാച്ചസിലും. ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നമുക്കത് കണ്ടതാണ്. അപ്പം ആ തരത്തിലൊരു സമ്മർദ്ദത്തിൽ പെടാതെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഇന്ത്യക്ക് പറ്റിയാൽ, കാരണം ഇന്ത്യയുടെ ടീം പുലിക്കുട്ടികളാണ് ശരിക്കും ഇപ്രാവശ്യം ഉള്ള എല്ലാവരും. ഇപ്പം അഭിഷേക് ആണെങ്കിലും ശരി, ഗില്ലാണെങ്കിലും ഗില്ലൊക്കെ ഒരു അത്രയും ശരിക്കും ഗില്ലിന്റെ ഇതൊരു ഫുൾ പെർഫോമൻസിലെ ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഒരു വലിയ സ്കോറിലേക്കൊക്കെ ഇന്ത്യക്ക് പോകാൻ പറ്റും. പിന്നെ സഞ്ജു ആണെങ്കിലും എനിക്ക് തോന്നുന്ന സഞ്ജു ഒരു തേർഡ് ഡൗൺ വരും എന്നാണ്, ഒരു ഫസ്റ്റ് ഡൗൺ വരും എന്നാണ് എനിക്ക് തോന്നുന്നു. തേർഡ് ഡൗൺ അല്ല, ഫസ്റ്റ് ഡൗൺ വരും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു സ്പേസ് ആണ് സഞ്ജുവിന് എപ്പോഴും നന്നായിട്ട് കളിക്കാൻ പറ്റുന്നത്. എനിക്ക് സഞ്ജു ഇപ്പം ഒരു മലയാളി ആയതുകൊണ്ട് മാത്രമല്ല, സഞ്ജു കളിക്കുന്ന ഗെയിം
ശരിക്കും ഒരു സപ്പോർട്ടീവ് ഗെയിമാണ്. ആരാണ് ഒരു ടീമിന് വേണ്ടി കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരിക്കലും ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ കളി ടീമിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന കോ പ്ലെയർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കാരണം എപ്പോഴും ക്രിക്കറ്റിൽ പറയുന്ന ഒരു കാരണം നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒക്കെ കോച്ചിന്റെ കയ്യിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് എപ്പോഴും സിംഗിൾസ് റൊട്ടേറ്റ് ചെയ്യാന്നുള്ളത്. നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ സ്കോർ കയറിയ നമുക്കൊരു ബേസ് എപ്പോഴും ബാറ്റ്സ്മാൻമാർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഈ തരത്തിൽ വളരെ നല്ല രീതിയിൽ കളിക്കുന്നവരാണ് സഞ്ജു. അതേപോലെ അഗ്രസീവായിട്ടും കളിക്കാറുണ്ട്. സോ സഞ്ജുവിന് ഒരു ബേസ് കിട്ടുകയും അഭിഷേകും നന്നായി കളിക്കുകയും അതേപോലെ ഇപ്പം ഫോമിലല്ലാത്ത ശരിക്കും സൂര്യ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, സൂര്യ കുമാറിന്റെ ഒരു ഫോം നമുക്ക് ഈ ഏഷ്യ കപ്പിൽ കാണാൻ പറ്റിയിട്ടില്ല. സോ ഇതെല്ലാം നല്ല വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്ത്യ അല്ലാതെ വേറൊരു ആളെയും ഒരാൾക്കും എന്താ പറയാ ഒരു മേൽക്കോയ്മ ഇല്ലാതെ ഇന്ത്യയുടെ ആധികാരികമായിട്ടുള്ള വിജയമായിട്ട് ഈ ഏഷ്യ കപ്പിന്റെ ഫൈനൽ ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ബോളേഴ്സ് ആണെങ്കിലും പിന്നെ പാകിസ്ഥാൻ സൈഡിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മിക്കവാറും ഷഹിൻ ഷായും അഫ്രീദിയും ഒക്കെ അവരുടെ ബോളേഴ്സിന്റെ വലിയൊരു വജ്രായുധങ്ങളാണ് അവരെ സംബന്ധിച്ച്. ആ പാകിസ്ഥാൻ ടീമിനെ സംബന്ധിച്ച് അവർക്ക് ആ 2-3 പേരും ഹാരിസും ഒക്കെ വളരെ അവരുടെ പ്രതീക്ഷ അർപ്പിക്കുന്നവരിലേക്കാണ് ബോളിംഗ് സൈഡിൽ. സോ അതും നമുക്ക് ആ ഒരു എന്താ പറയാ അവരുടെ ആ ഒരു ബോളിങ്ങിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം സുനിശ്ചിതമാണ്. കാരണം ഏതൊരു അതാണ് വിനു പറയുന്നത് കൃത്യമാണ്. അവരുടെ ഒരു ബോളിങ്ങിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഡോക്ടർ അജിത് കുമാർ, ക്രിക്കറ്റ് നിരീക്ഷകരായിട്ടുള്ള നിങ്ങളെ പോലെ തന്നെ ഈ ക്രിക്കറ്റ് ചലച്ചിത്ര താരങ്ങളൊക്കെ ഗംഭീരമായിട്ട് നിരീക്ഷണം നടത്തുന്നു. ഡോക്ടർ അജിത് കുമാർ, ഞാൻ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മധ്യനിരയാണോ നമ്മളെ അല്പം ആശങ്കപ്പെടുത്തുന്നു? പ്രത്യേകിച്ചും സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഫോം. സൂര്യകുമാർ യാദവ് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 10 രാജ്യാന്തര മത്സരങ്ങൾ ആകെ നേടി 99 റൺസാണ്. ഏഷ്യ കപ്പിൽ 77 റൺസ് ഈ കഴിഞ്ഞ 6 മത്സരങ്ങളിൽ നിന്ന്. അപ്പോൾ അതൊരു കൺസേൺ അല്ലേ? പ്രത്യേകിച്ചും ഓപ്പണേഴ്സിന് ചാർജ് ആവാൻ പറ്റിയില്ലെങ്കിൽ സൂര്യകുമാർ യാദവിൻ്റെ ഒരു റോൾ അത് വളരെ സിഗ്നിഫിക്കൻ്റ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ആക്ച്വലി സൂര്യകുമാറിന് ബുദ്ധിമുട്ടാത്ത എന്താണെന്ന് ഓപ്പണേഴ്സ് എല്ലാ മത്സരത്തിലും നല്ലൊരു നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണത്തെ പാകിസ്ഥാൻ മാച്ചില് ആദ്യത്തെ പാകിസ്ഥാൻ മാച്ചില് ഗില്ല് വേഗം ഔട്ടായപ്പോ സൂര്യകുമാർ വന്നിട്ട് നല്ല അസല പെർഫോമൻസ് ഉണ്ടല്ലേ, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം വന്ന് 48 നോട്ട് ഔട്ടാണ്. അദ്ദേഹവും തിലക്കും കൂടിയിട്ടാണ് നമ്മള് വിജയത്തിലേക്ക് നയിച്ചത്. അപ്പൊ ഒരു ടോട്ടലി ഔട്ട് ഓഫ് ഫോം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ പറഞ്ഞാല് സൂര്യകുമാറിനൊരു നല്ലൊരു ടെൻഷൻ പൊസിഷനിലേക്ക് വരേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അദ്ദേഹം വളരെ ഈസി ആയി വരുമ്പോ തന്നെ നല്ലൊരു 105 for 1 വരുമ്പോ നമുക്ക് സൂര്യകുമാറിൽ നിന്ന് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യം വലിയൊരു പ്രതീക്ഷയില്ല. അപ്പൊ ആ ഒരു ഘട്ടം തീർച്ചയായിട്ടും പുള്ളി കാണുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് സൂര്യകുമാറിന്റെ പെർഫോമൻസ് ഇത്തിരി താഴോട്ട് വരാൻ. കാരണം കുറച്ചും കൂടി ടെൻസ് സിറ്റുവേഷൻ ആണെങ്കിൽ സൂര്യകുമാറിന്റെ പെർഫോമൻസ് എന്നും മച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് കാണുന്നതാണ്. അപ്പൊ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ മിഡിൽ ഓർഡറിൽ ഒരു പ്രോബ്ലം ഇപ്പൊ തിലക് വർമ്മ നല്ല ഉഗ്രൻ ഫോമിലല്ലേ. തിലക് വർമ്മ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു നല്ല പെർഫോമൻസ് ഇട്ടു. അപ്പൊ ഈ ടോപ്പ് 5 ബാറ്റ്സ്മാൻമാര് നല്ലൊരു പെർഫോമൻസ് എല്ലാ മാച്ചിലും ഒരാളിലേക്ക് മറ്റൊരാൾ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. മിഡിൽ ഓർഡറിന്റെ വലിയ ആശങ്കയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്റെ ആശങ്ക ഇന്ത്യൻ ഫീൽഡിംഗ് ആണ്. നമ്മുടെ ഫീൽഡിങ് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവും. സാധാരണ നമ്മളെ ഫീൽഡിങ് ചൊണക്കുട്ടികളെ പോലെ കളിക്കുന്ന ഇന്ത്യൻ ഫീൽഡേഴ്സ് എന്തൊരു ക്യാച്ചസ് ആ ഡ്രോപ്പ് ചെയ്യുന്നത്. നാണം കിട്ടുകയുള്ളൂ. എന്ത് ക്യാച്ച്